ഹലോ ഗേസ്, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ് കുംസ് അഥവാ കായ് പോള എന്നും അറിയപ്പെടും. അതിനായി 4 പഴം ചെറുങ്ങനെയായി അരിയാം. അരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അതുപോലെ അരിയാം. അപ്പം എനിക്ക് മുൻപൊന്നും കായ് കുംസ് ചുടുന്ന പാത്രം ഉണ്ടായിട്ടില്ല. അത് ചുടാൻ വേണ്ടിയിട്ട് പ്ലെയിൻ പാളിലും ആക്കാം, കായ് കുംസിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാത്രവും ആക്കാം. അപ്പം എനിക്ക് പാത്രമില്ല ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ നോമ്പ് കഴിഞ്ഞ മാസം നോമ്പ് കഴിഞ്ഞ പിറ്റേന്ന് ഞാൻ പഴയങ്ങാടിയിൽ നീതി എന്ന് പറഞ്ഞ കടയിൽ പോയിട്ടാണ് എല്ലാ സാധനവും വാങ്ങി, നോൺ സ്റ്റിക്ക് പാത്രമെല്ലാം. അപ്പം എനിക്കറിയില്ല, അവിടെ എൻ്റെ ഒരു ഇത്തത്തായുണ്ട് മൂത്തപ്പാൻ്റെ മോള്. ആ മൂത്തപ്പാൻ്റെ മോളാണ് എനിക്ക് സഹായിച്ചത്. ഇതെല്ലാം വാങ്ങി തന്ന് എനിക്ക് നോക്കിയിട്ട് എടുക്കാൻ അറിയാം. അതുകൊണ്ട് ആ മൂത്തപ്പാൻ്റെ മോളാണ് എന്നെ വാങ്ങി തന്നത്. അപ്പം ആ ഇത്തത്താന്ന് വെച്ചാൽ 3 ഇത്തമാരുണ്ട്. അതിലൊരാൾ ഞാൻ ഗൾഫിൽ പോയി. അതിൽ 2 ഇത്തത്ത ഉണ്ട്. അവരെയും കാട്ടി 2 ഇത്തത്താനെയും കാട്ടി നല്ലോണം മെസ്സേജ് അയക്കലും ഇതാക്കലെല്ലാം ഒരു ഇത്താക്കയില്ലോ. ആ ഇത്തത്ത ഏത് സമയത്തും എനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തരുള്ളൂ. എന്ത് ഇതിലും ആയെങ്കിലും എനിക്ക് എല്ലാം സമാധാനത്തിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെയാണ് ജാസ്മിൻ, ഇങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, നല്ലത് മാത്രമേ എനിക്ക് പറഞ്ഞു തരും. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി മെസ്സേജ് അയക്കാൻ എനിക്കും തിരക്ക്, ഇത്തത്താക്കും തിരക്ക്. അതുകൊണ്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതന്നെ, ആയിത്തത്ത നല്ലത് മാത്രമേ എനിക്ക് പറഞ്ഞു തരുള്ളൂ. ഒരു ദിവസം എനിക്ക് ആയിത്തത്താനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു ദിവസം ഞാൻ 10 പ്രാവശ്യമെങ്കിലും അയച്ചിട്ടുണ്ടാവും ആയിത്തത്താക്ക് അറിയാം. അതുപോലെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്നെ മെസ്സേജ് അയക്കുകയെല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനത്തെ എല്ലാം ഇത്തത്താണ്. 3 ഇത്തമാരുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ദീർഘായുസ്സും നൽകട്ടെ. പിന്നെ ഞാൻ ആക്കാൻ പോകുന്ന കായ് കുംസ് എന്ന് വെച്ചാൽ ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. അപ്പം 4ാമത്തെ പഴമാണിത്. ഇങ്ങനെ നടുവിലേ ഒരു കീറ് കൊടുക്കാം, പിന്നെ ഇതുപോലെ കീറ് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇടാം. അതിന് പിന്നെ വേണ്ടത് ഒരു പ്ലെയിൻ ബൗൾ എടുക്കാം. അതിൽ വാട്ടണം, പഞ്ചസാരയും പഴം ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം. അതിന് പിന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പം പഴം അരിഞ്ഞ് കഴിഞ്ഞ് അതിന് ഒരു പകുതി കൂടിയുണ്ട്. 4 പഴത്തിന് 6 മുട്ട അനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഒരു മുട്ട, മൂന്ന്, 4, 5, 6. ഇതും കൂട്ടി 6. എന്നിട്ട് ഒരു സ്പൂൺ എടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. അപ്പം നമുക്ക് ചെറുങ്ങനെ മധുരം മതിയെ. ഒന്നാമത് പഴത്തിലും നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഞാൻ 3 സ്പൂൺ പഞ്ചസാരയെ ഇടുന്നില്ല. ഇതുപോലെ അടിക്കണം. പഞ്ചസാരയും മുട്ടയും നല്ലോണം കലക്കിയിട്ടുണ്ട്. മിക്സിയിലിട്ടെങ്കിൽ വെള്ളം പോലെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയോടെ തന്നെ കൈന്നൊക്കെ ബീറ്ററൊന്നും വെക്കേണ്ട, സ്പൂണ് കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. സ്പൂണ് കൊണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് കിട്ടും. ഫ്രൈ പാന് തീമ വെക്കാം. ഫ്രൈ പാന് തീമ വെച്ചിട്ട് കായുമ്പം കുറച്ച് ഓയിൽ ഞാൻ ആക്കില്ല. ഞാൻ നെയ്യോ 6 kg അങ്ങനത്തെ എന്തെങ്കിലും മിൽമ നെയ്യോ എന്തെങ്കിലും ആക്കലാണ്. എന്താ വെച്ചാൽ അത് നല്ല സ്മെല്ല് വരും. അപ്പം പശു നെയ്യിലാക്കിയാൽ അത്രയും നല്ലത്, നല്ല സ്മെല്ല് തന്നെ വരും. ഇതിന് പിന്നെ അരിഞ്ഞ് വെച്ച പഴം ഇതിലേക്ക് തട്ടണം. ഇതുപോലെ വാട്ടിക്കൊണ്ട് നിൽക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടും പെട്ടെന്ന് വാടും. വാടിയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വാട്ടം വരും. അപ്പോൾ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ല പൗപ്പ് കഴിയെങ്കിൽ നല്ലതാണ്. പൗത്ത കഴിയാണ് നല്ലത്. അപ്പം എൻ്റേത് അങ്ങനെ പൗപ്പ് വന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ വന്നത്.
എന്നിട്ട് ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുത്താലും മതി. നല്ലോണം ഉടയുന്നില്ല, ഒരു മീഡിയം പൗപ്പായത് കൊണ്ടാണ്. അതുകൊണ്ട് പൗത്ത കഴി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ ചൂട് തണിഞ്ഞ് പിന്നെ മുട്ടയിലേക്ക് ആ പഴം വാട്ടിയത് ഇതിലേക്ക് ഇടണം. അതിന് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇടാം. ലേശം നെയ്യ് ഒഴിക്കാം. ഞാൻ മിൽമ നെയ്യാണ് ഒഴിച്ചത്. അതിന് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അതിടാം. എൻ്റെ കയ്യിലില്ല, ഇവിടെ സ്റ്റോക്ക് ചെയ്ത് മക്കളെടുത്ത് തിന്നുന്നതാണ്. അപ്പം ഇതുപോലെ എണ്ണ കാഞ്ഞ് വരുമ്പം ഓയിലായിട്ടിട്ടില്ലേ, അതിന് പിന്നെ എണ്ണ കാഞ്ഞ് വരുമ്പം ആ മുട്ടയും പഴവും ഉള്ളത് ഇതിലേക്ക് തട്ടാം. കൈയോട് സ്പൂണോട് എടുക്കേണ്ടതാണ്. എനിക്ക് ക്യാമറ പിടിച്ചതുകൊണ്ട് ആവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് മൂടിയിട്ട് ഒരു 25 മിനിറ്റ് ചെറിയ ലോയിലായിട്ടിട്ടില്ലേ ഞാൻ ഇതായിക്കൊണ്ട് വരുന്നുണ്ട്. ഇതുപോലെയാവും. ഇത് കുറച്ച് പൊരിഞ്ഞു പോയതാണ്, കത്തിയതല്ല, പൊരിഞ്ഞു പോയതാണ്. അപ്പോൾ മറിച്ചിട്ട് വേറെ ഫ്രെയിം പാളിൽ എണ്ണ വരട്ടിയിട്ട് ഇതുപോലെ മറിച്ചിടാം. കായ്ക്കുംസായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ബെൽ ബട്ടൺ അടിച്ചാൽ ഞാൻ ഇടുന്ന പുതിയ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.